2099 ആകുമ്പോഴേക്ക് മനുഷ്യന് മരണമില്ലാത്ത അവസ്ഥ വരുന്നു. 1000 വർഷം വരെ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ പോകുന്നു. നാച്ചുറൽ ഹ്യൂമൻ തിങ്കിങ് നൗ പൊസസ് നോ അഡ്വാൻറ്റേജ് ഓവർ കമ്പ്യൂട്ടർ മൈൻഡ്സ്. കമ്പ്യൂട്ടറിനേക്കാൾ കൂടുതൽ കഴിവൊന്നും ഇനി നാച്ചുറൽ ഹ്യൂമൻ ബീങ്സിന് ഇല്ലാതെ വരുന്നു. ബേബി ബൂമേഴ്സ്, മരണമില്ലാത്ത മനുഷ്യർ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ മരിക്കുന്നില്ല, അതൊരു വലിയ ത്രെട്ടായി മാറുന്നു. കമ്പ്യൂട്ടർ വൈറസ് വിൽ ബി എ ത്രെട്ട്. വൈറസസ് ആവും അന്നത്തെ ഏറ്റവും വലിയ ഭീഷണി. മെഷീൻസ് ഹാവ് അറ്റൈൻഡ് ഈക്വൽ ലീഗൽ സ്റ്റാറ്റസ് വിത്ത് ഹ്യൂമൻസ്. മനുഷ്യന്റെ അതേപോലെ തന്നെ മെഷീനും നിയമപരിരക്ഷ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലഘട്ടം വരെയാണ്. AI will create a super powerful planet സൈസ് കമ്പ്യൂട്ടേഴ്സ് ത്രൂ ഔട്ട് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ പുതിയ പുതിയ ഗ്രഹങ്ങളെ, പ്ലാനറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. ഓർഗാനിക് ഹ്യൂമൻ ബീങ്സ് ആർ എ സ്മോൾ മൈനോറിറ്റി ഓഫ് ദി ഇന്റലിജന്റ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. സ്വാഭാവികമായ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ എർത്തിലെ മൈനോറിറ്റി ആയി മാറാൻ പോവുകയാണ്. അതായത് അവര് എണ്ണത്തിൽ കുറവ് വരാൻ പോവുകയാണ്. ഇത്രയും മാറ്റങ്ങൾ 2099 വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇതുവരെ നടത്തിയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രഡിക്ഷൻസിൽ ഭൂരിഭാഗവും ശരിയായിട്ടുള്ള പ്രഡിക്ഷൻസ് നമ്മളോട് മുൻകൂട്ടി പറയുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇനി ഓരോ വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥിയുടെ കരിയർ, തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കേണ്ടത്.